എത്ര എടുക്കണം? കേരളത്തിൽ 776 സെക്ഷൻ ഓഫീസ് ഇപ്പം ഉണ്ട്. കറക്റ്റല്ലേ സാറേ? 776. ഈ 776 സെക്ഷൻ ഓഫീസിൽ ഓരോ സെക്ഷനിലും 1 or 2 ജോയിന്റ് ഒരു ദിവസം ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ 776 ജോയിന്റ് അടിക്കുന്നുണ്ട്. 776 ജോയിന്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കുറച്ചങ്ങനെ എടുത്തു വെച്ച അളവുണ്ടാ? ഇതിന് കൃത്യമായിട്ട് അളവുണ്ടാ? എടുക്കലില്ല, പക്ഷെ അളവുണ്ട്. അപ്പൊ അളവ് കഴിഞ്ഞാൽ ബാക്കി എന്ത് ചെയ്യും? ഒടിച്ചള അലുവലത്തിന് എന്ത് വിലയെന്നറിയുമ്പോ. അപ്പൊ 776 സെക്ഷൻ ഓഫീസിലെ വേസ്റ്റ് തന്നെ എന്തോരം ഉണ്ടാവും? കൂട്ടി വെച്ചാൽ എനിക്ക് കൂട്ടാറില്ല. പിന്നെ ഒരു കണക്കുണ്ട്. ഈ കണക്ക് എങ്ങനെയെന്ന് വെച്ചാൽ 76 സെന്റിമീറ്റർ ആണ് രണ്ടുപേരും ചേർന്നിരിക്കുന്നത്. 38 ഇത് റാബിറ്റാണ് സാധനം. 76 സെന്റിമീറ്റർ തമ്മിൽ അകത്തി കുത്തി. ഇതിൽ നിന്ന് ഒരു കഷ്ണം പോലും നമ്മൾ ഒടിക്കില്ല, മുറിച്ചു കളയില്ല, വൈൻഡ് തീർക്കും. അത് കണക്ക്. ലാസ്റ്റത്തെ ഒരു സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഏത്? ചീല് മാത്രമേ ഉണ്ടാവുള്ളൂ. IS 21 ഇത് പറയുന്നത്. എന്താണ് പറയാ? ഒരു ജോയിന്റേ പാടുള്ളൂ ഒരു സ്പാനില്. അത് എവിടെ ഇരിക്കണം? നടുക്കായിരിക്കണം. ഇതും 76 സെന്റിമീറ്റർ. രണ്ടും പേരും തമ്മിൽ ചേർന്നിരിക്കുന്നത് 76 സെന്റിമീറ്റർ. എന്നിട്ട് അതിന്റെ 38 സെന്റർ. അതിൽ നിന്ന് ഒരെണ്ണം പൊളിച്ചേ. എപ്പോഴും ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ സാധാരണ വള്ളിച്ചെടികളൊക്കെ സ്റ്റേയിൽ പടർന്നു കയറുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പോഴും ഏത് പന്തലിടുന്ന പാവല്, വെള്ളരി, അല്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, പയർ, ഇതൊക്കെ എപ്പോഴും. പിന്നെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും നമ്മുടെ പോസ്റ്റിന്റെ സ്റ്റേയിൽ ഒരു ചെടിയുണ്ട്. ആ ചെടി എന്തൊക്കെ തന്നെ വന്നാലും KCB ലൈനിലേക്ക് കയറുള്ളൂ. ഓരോ നാട്ടിലൊരു പേരാ. എന്നാണ് അവർ കയറണമെങ്കിൽ എന്നറിയോ? വലത്ത് നിന്ന് ഇടത്തോട്ട്. നിങ്ങളൊന്ന് അഴിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാം. വലത്ത് നിന്ന് ഇടത്തോട്ട് ചുറ്റി പോകണം. അപ്പൊ വലത്ത് നിന്ന് ഇടത്തോട്ട് എന്ന് പറഞ്ഞാൽ എന്നിലേക്ക് എന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് പോണത്. അപ്പൊ എന്ത് ചെയ്യും? ബലം താഴത്തോട്ട് പിടിക്കും, ഒരിക്കലും ഊരൂല. നേരെ മറിച്ച് ഇടത്ത് നിന്ന് വലത്തോട്ടാണെങ്കിൽ അഴിഞ്ഞു പോരും. അപ്പൊ ഇവിടെ ചുറ്റേണ്ടത് അടുത്തത് എടുക്കുന്ന സമയത്ത് അടുത്ത എന്തായിരിക്കണം? ഇടത്ത് നിന്ന് വലത്തോട്ട് എടുക്കണം. കാരണം അത് അഴിച്ചാണ് എടുക്കണം. എന്നിട്ടാ വലത്ത് നിന്ന് ഇടത്തോട്ട് ചുറ്റണം. അപ്പൊ ഇടത്ത് നിന്ന് വലത്തോട്ട് അഴിച്ചെടുത്ത് എന്നിട്ട് വലത്ത് നിന്ന് ഇടത്തോട്ട് ചുറ്റിക്കോ. ചുറ്റുമ്പോ 7 ചുറ്റുകളാണ് ഒരു ACSR, റാബിറ്റ്, റാക്കൂൺ, വീസൽ എല്ലാം. അപ്പൊ 7 ചുറ്റിൽ ഒരെണ്ണം സ്റ്റീലാണ്. ഒരു ലീഡ് എടുത്ത് ചുറ്റണമെങ്കിൽ 7 ചുറ്റുകൾ പൂർത്തിയാക്കണം. കാരണം 7 കമ്പികൾ ഉണ്ടെങ്കിലും 6 ചുറ്റലേ ഉള്ളൂ കറണ്ട് കാര്യം കപ്പാസിറ്റി ഉള്ളത്. ബാക്കി ഒരെണ്ണം സ്റ്റീലാണ്. ഇതിനെ ചുറ്റിയിട്ട് 7 എണ്ണം ചുറ്റുമ്പോ കറക്റ്റ് ആയിട്ട് തീരും നോക്കാം. ചുറ്റും എത്ര? 1 2 3 4 5. ഒന്നാമത്തെ ഹാഫിലാണ് കേട്ടാ. ചുറ്റിക്കോ പ്ലെയർ കണ്ട. അപ്പൊ ഇപ്പൊ എന്താ കേസ്? 1 2 3 4 5 6 7 വട്ടം ചുറ്റി, അര 5 നടുക്ക്. അപ്പൊ എത്ര? 7 ചുറ്റുകളായി. 6 പൂർണ്ണ ചുറ്റുകൾ, 7 വളയങ്ങൾ. പക്ഷെ ചുറ്റിയപ്പോ തീർന്നു. ഓടിക്കാനുണ്ടാ? അതാണ് കണക്ക്. എത്ര എടുക്കണ്ടപ്പാ? 76 സെന്റിമീറ്റർ നീളം. ഇത് ഏത് കമ്പിയിലും കറക്റ്റാ. എന്താണത്? അതിന്റെ വണ്ണം ഏത് കമ്പിയിലാണേലും കുറയും. വണ്ണം പറഞ്ഞനുസരിച്ച് ചുറ്റുകളും കുറയും. ചുറ്റു തീർന്നു. ഇനി നമുക്ക് അടുത്തെടുക്കുമ്പോ ഏതെടുക്കും? കൺഫ്യൂഷൻ ആണല്ലോ. അതായത് വലത്ത് നിന്ന് ഇടത്തോട്ട് ടൈറ്റ് ചെയ്യാനും ഇടത്തുനിന്ന് വലത്തോട്ട് ലൂസ് ചെയ്യാനും. അപ്പൊ താഴെ എടുക്കും. ഒരെണ്ണം എടുത്തിട്ട് ചുറ്റിട്ടേ കൈ ഇങ്ങനെ എടുത്ത് പിടിക്കുന്നത്, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം ഇത് അനങ്ങൂല, ലോക്കായി ഒറ്റ ചുറ്റി ഒരു വെയിറ്റ് അങ്ങോട്ട് കൊടുക്കണം, ഒരു ഫോഴ്സ്. അതിങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ. അപ്പൊ എന്തായി? അടുത്ത ലോക്ക് അനങ്ങൂല. അടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ലോക്ക്, ഞാൻ അനങ്ങൂല. അടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ, അടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ. അപ്പൊ ചെയ്യണ എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ ചുറ്റി, ഈ കൈ കൊണ്ട് ചുറ്റി, ഈ വിരൽ കൊണ്ട് ഇങ്ങനെ മടക്കി, ഈ ഇതുകൊണ്ട് മടക്കി, അടുത്തത് ഈ വിരലിലേക്ക് തന്നെ ലാസ്റ്റത്തെ മാത്രം. ഇങ്ങനെ 1 2 3 4 5 6 7 തീർന്നു. വേസ്റ്റ് പോയാ? ഒരെണ്ണത്തിലും വേസ്റ്റ് ഇല്ല. അടുത്തത് ടൈറ്റ് ചെയ്യാനായിട്ട് വലത്തുനിന്ന് ഇടത്തോട്ടും, ലൂസ് ആക്കാൻ ഇടത്തുനിന്ന് വലത്തോട്ടും.